അപ്പോൾ വെൽക്കം ബാക്ക് ടു അവർ ന്യൂ വീഡിയോ എന്ന് പറയാം. എല്ലാ സിസ്റ്ററിൻ്റെ കല്യാണം പോയി ഗൈസ്. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ കൊല്ലത്ത് എത്തിയിട്ടുണ്ട്. ഇന്നലെ 11:30 ആയപ്പോഴത്തെ 11:30 ട്രെയിൻ വരേണ്ടായിരുന്നു. പക്ഷേ ട്രെയിൻ ലേറ്റ് ആയിപ്പോയി. ഒന്നേകാലായപ്പോഴാണ് അവിടെ നിന്ന് ഇറങ്ങിയത്. സോ ഇപ്പോൾ 4 കാലമായിട്ടുണ്ട്. സോ ഇപ്പോൾ ഇവിടെ എത്തിയിട്ടുള്ളൂ. സിച്ചാറിനെ സ്റ്റേഷനിൽ വരുമ്പോൾ സിച്ചാണ് വരാമെന്ന് പറഞ്ഞത് ഇതുവരെ പക്ഷേ വിളിച്ചിട്ട് എടുത്തിട്ടില്ല. അപ്പോൾ എന്തായാലും നമുക്ക് സിച്ചാറിൻ്റെ കുറച്ച് അയൽവാസികളെ കിട്ടിയോണ്ട് നമ്മൾ എന്തായാലും ഡയറക്റ്റ് അങ്ങോട്ട് തന്നെ പോവുകയാണ്. സിച്ചാറിനെ അവിടെ ചെന്നിട്ട് വിളിച്ചിട്ടില്ല. അപ്പോൾ എന്തായാലും അവിടെ ചെന്നിട്ടാണ്. വെളുപ്പിനെ 4 മണി ആയതുകൊണ്ട് ഓട്ടോറിക്ഷ കിട്ടുമില്ലെന്ന് നമുക്കൊരു പേടി ഉണ്ടായിരുന്നു. പക്ഷേ അവിടെ വന്ന് ഇറങ്ങിയപ്പോൾ തന്നെ 2 ഓട്ടോറിക്ഷ അവിടെ കിടക്കുന്നുണ്ടായിരുന്നു. സോ അതിനകത്തൊരു ഓട്ടോയിൽ കയറി നമ്മൾ നേരെ സിച്ചാറിൻ്റെ വീട്ടിലേക്ക് ചെന്നു. കുഴപ്പമില്ല, നോക്കാം. നമുക്ക് അടി കിട്ടൂന്നുള്ളത് നോക്കാം. എന്തായാലും എന്താ ഉറങ്ങുവാണല്ലേ? എനിക്ക് പിന്നെ നൈസായിട്ട് ഇതിനകത്ത് കയറി കസേരയിലിരുന്നാലേ ഇരിക്കുന്നവരെ ഇരിക്കാം. തണുപ്പടിക്കെങ്കിൽ പോടാ തിരിച്ചേ കൊച്ചിക്ക്. കാണുന്നുണ്ട് ഞാനാണ് വെളുപ്പിനെ 4 മണിക്ക് വന്ന മറ്റ ക്യാമറ ഫ്രണ്ട് കാണാൻ പറ്റിയില്ല. അങ്ങനെ നമ്മൾ നേരെ തിച്ചുവിനെ ഒരുക്കി പറക്കി നേരെ നമ്മൾ കല്യാണ മണ്ഡപത്തിലേക്ക് ചെന്നു. അവിടെ ചെന്നപ്പോൾ KMCയിലെ എല്ലാ മെമ്പേഴ്സും അവിടെ ഓൾറെഡി എത്തിയിട്ടുണ്ടായിരുന്നു. ഇനി നിങ്ങൾ കാണാൻ പോകുന്നതാണ് തിച്ചുവിൻ്റെ 8 കൊല്ലത്തെ കാത്തിരിപ്പിന് ശേഷമുള്ള മുഹൂർത്തം. ടിങ് ടിങ് ടിങ്. കെട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നെക്സ്റ്റ് ഫംഗ്ഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫോട്ടോ എടുപ്പും കാര്യങ്ങളാണെന്ന് നിങ്ങൾക്ക് അറിയാലോ. നമ്മൾ നേരെ എല്ലാവരും KMC മെമ്പേഴ്സ് എല്ലാവരും കൂടി നമ്മുടെ സ്റ്റേജിൽ കയറി. തിച്ചിനൊരു ചെറിയൊരു സമ്മാനം നമ്മുടെ കയ്യിലുണ്ടായിരുന്നു. ആദ്യം നമ്മളൊരു പ്രാങ്ക് രീതിയിലാണ് കൊടുത്തത്. എന്ന് വെച്ചാൽ നമ്മുടെ ഒറിജിനൽ ആയിട്ടുള്ള ഗിഫ്റ്റ് മാറ്റിയിട്ട് എൻ്റെ കൈ കിടന്നിരുന്ന ഒരു മോതിരം എടുത്തിട്ടാണ് നമ്മുടെ മോതിരത്തിൻ്റെ ബോക്സിൽ വെച്ചിരുന്നത്. അതാണ് തിച്ചിന് ആദ്യം കൊടുത്തത്. തിച്ചിന് നൈസായിട്ടൊന്ന് പ്രാങ്ക് ചെയ്യാന്ന് വെച്ചാൽ തുറന്നിട്ട് കാര്യങ്ങളെല്ലാം കൊടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഫോട്ടോയും കാര്യങ്ങളെല്ലാം എടുത്തിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പോയത് നമ്മുടെ ഫുഡ് കഴിക്കാനായിട്ടാണ്. ഫുഡ് കഴിക്കുന്ന കൂട്ടത്തിൽ നമ്മുടെ KMC മെമ്പേഴ്സിനെ എല്ലാവരെയും കാണിച്ചു തരാം. ഇതെല്ലാം ഓടിച്ചുവിടാനാണ്. എന്താ വായടിച്ചേക്കണേ? ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ റിസോർട്ടിലേക്ക് തിരിച്ചു വിടണമായിരുന്നു. നമ്മുടെ KMCയുടെ ലാസ്റ്റ് മീറ്റപ്പ് നടത്തിയ റിസോർട്ടായിരുന്നു. നല്ല വൈബും കാര്യങ്ങളും ആയതുകൊണ്ട് നമ്മൾ അവിടെ തന്നെയാണ് വീണ്ടും സ്റ്റേ എടുത്തിരുന്നത്. സോ അവിടെ നിന്ന് ഒരു ട്രക്കിംഗ് അല്ല, ഒരു ബോട്ടിങ്ങും കാര്യങ്ങളും എന്തെങ്കിലും നടത്താമെന്ന് വിചാരിച്ച് നമ്മൾ നേരെ ബോട്ടിലേക്ക്. ഒന്നും കിട്ടത്തില്ല. നമ്മളൊരു 3 മണി 4 മണി ടൈമിലാണ് ബോട്ടിങ്ങിന് ഇറങ്ങിയത്. ആ സമയത്ത് കുറച്ച് വെയിലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ നമുക്കതൊരു ഇഷ്യൂ ആയിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നില്ല. കാരണം കിടിലം വ്യൂവും കാര്യങ്ങളായിരുന്നു. എന്തായാലും നമ്മൾ ആ ബോട്ടിങ് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത്. ബോട്ടിങ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് നമ്മൾ നേരെ അത് ഫ്രഷ് ആയിട്ട് നേരെ നമ്മൾ പോയത് റിസപ്ഷനിലാണ്. റിസിച്ചുവിൻ്റെ കല്യാണ റിസപ്ഷനിലേക്കാണ്. സോ അവിടെ ചെന്ന് തന്നെ നെട്ടിനവിടെ നിൽക്കുന്നുണ്ട്. നൈസായിട്ട് ഓഡിറ്റോറിയം കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കിടിലം വ്യൂ കാര്യങ്ങളാണ്. ലൈറ്റ് സെറ്റിങ്സും കാര്യങ്ങളാണ് കിടിലായിട്ട് അവർ ചെയ്തിട്ടുണ്ട്. സോ എന്തായാലും നമുക്ക് നേരെ റിസിച്ചുവിൻ്റെ അടുത്തേക്ക് പക്ഷെ നാണികളത്തിന് എത്ര നാളെ കളിച്ചോണ്ടിരുന്നല്ലേ.
സോ റിസപ്ഷനും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് ചെറിയൊരു ഡി ജെ പാർട്ടി ആയിരുന്നു. നമ്മുടെ ഡി ജെ പാർട്ടി നടത്തിയത് ത്രിലോകായിരുന്നു കേട്ടോ. ത്രിലോകിന്റെ കിടിലൻ ഡി ജെ പാർട്ടി ആയിരുന്നു. അങ്ങനെ നമ്മൾ റിസപ്ഷനും കാര്യങ്ങളും എല്ലാ പരിപാടികളും കഴിഞ്ഞ് നേരെ തിരിക്കുകയാണ് കൊച്ചിക്ക്. ഇനിയിപ്പോൾ നമ്മൾ അടുത്ത ഒരു കല്യാണ വ്ലോഗ് കാണണമെന്നുണ്ടെങ്കിൽ സാത്താൻ്റെ അല്ലെങ്കിൽ നിട്ടുരാൻ്റെ ആയിരിക്കും മേ ബി. അപ്പോൾ എന്തായാലും അതുവരേക്കും ബൈ ഗൈസ്, ലവ് യു ഓൾ, ടേക്ക് കെയർ, ടാറ്റാ.